ആദ്രാവിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഇതാ എത്തിയില്ലേ? ഏതാണ്? പ്രെഡിക്ഷൻ വീഡിയോ ആണല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമായിരിക്കും, ഏതൊക്കെയാണ് വരിക, ഏതൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും വരിക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മിസ്സേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളായിരിക്കും അല്ലേ? ആ സംശയമൊക്കെ മക്കളെ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സംശയമൊക്കെ നിങ്ങൾക്ക് തീരും. ഓക്കെ, അപ്പൊ നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ പ്രിഡിക്ഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രിഡിക്ഷൻ അതും കൂടെ അറിഞ്ഞാൽ മതിയില്ലേ? യെസ്, അപ്പൊ നമുക്ക് അതും കൂടെ അറിയാം. മക്കളെ, നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ച് പോയാൽ മതി. നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ഏതൊക്കെയാണ് മിസ് പറഞ്ഞുതരാം. പ്രതികരണക്കുറിപ്പ്, പ്രസംഗം, വിശകലനക്കുറിപ്പ്, വാങ്മയചിത്രം, കുറിപ്പ് ആൻഡ് അഭിപ്രായക്കുറിപ്പ്. ഇതെല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ച് പോയിക്കോട്ടോ. നിങ്ങൾ എക്സാം പേപ്പറിൽ എന്തായാലും ഇത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, യെസ് എജുപോർട്ടിൽ ആദ്രാവിസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണല്ലോ, ഇത് പഠിച്ചു പോയത് കൊണ്ട് നന്നായി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ ഓക്കെ, പ്രതികരണക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാന്ന് അറിയാലോ. യെസ്, പ്രസംഗം ഒരാളെ അത് കേട്ട് ഇരുത്തണം അല്ലെ, ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോ വിശകലനക്കുറിപ്പാണെങ്കിലും അത് എഴുതാൻ ഒട്ടും മോശമല്ല എൻ്റെ കുട്ടികളെന്ന് മിസ്സിനറിയാം. വാങ്മയചിത്രം നമുക്ക് അത് വായിക്കുമ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ, ആ ചിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം എന്ന് തോന്നണം. ആ രീതിയിലായിരിക്കും നിങ്ങൾ വാങ്മയചിത്രം തയ്യാറാക്കേണ്ടത്. അടുത്തത് കുറിപ്പ് എന്ന് പറയുമ്പോൾ മിസ് എപ്പോഴും പറയുന്നത് എന്താണ്? ഇത്തിരി എഴുതിയാൽ മതി. ഇപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം. അതിപ്പോ 2-3 ലൈൻസ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം അതിൽ കണ്ടന്റ് എന്താ അത് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അഭിപ്രായക്കുറിപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ആ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പൊ മക്കളെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ എക്സാം ആർക്കുള്ളതാണ്? എന്റെ മക്കൾക്കുള്ളതാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മാത്രം മതി അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും എക്സാം അടിച്ചു പൊളി ചെയ്ത ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.